എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ നിഫ്റ്റി ഡൗൺ ഓപ്പണിംഗ് വന്നു, അതിനുശേഷം കുറച്ച് കവറിങ് വന്നു, അതിനുശേഷം വീണ്ടും വീക്കായി താഴോട്ട് പോകുമായിരുന്നു. നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് 20 MA വെച്ച് ഇവിടെ ഒരു ചാൻസ് തരുന്നുണ്ടായിരുന്നു, ബൈങ് ചാൻസ്. ഇവിടുന്ന് 25,055 നമുക്ക് 25,113, ഏകദേശം 55 പോയിന്റോളം കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ 20 MA വെച്ച് തന്നെ സെല്ലിങ് ചാൻസ് കിട്ടുന്ന ചെറിയൊരു സ്റ്റോപ്പ് ലോസ്. അവിടെ നമുക്ക് ഒരു എൻട്രി കിട്ടിയായിരുന്നെങ്കിൽ 25,063 എന്ന 24,850 നല്ലൊരു മൂവ്മെന്റ്, ഹെവി മൂവ്മെന്റ് നിഫ്റ്റിക്കകത്തുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 20 MA വെച്ച് ചാൻസ് ഒന്നും ഇവിടെ 20 MA വെച്ച് ചാൻസ് ഇല്ല, കാണിക്കുന്നില്ല. നമുക്കിവിടെ CPR വെച്ചിട്ട് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ചാൻസ്, നല്ല ഹെവി ചാൻസ്, അതായത് 51,360 എന്ന 50,956, അതായത് 300 ചില പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് പോലെ നെഗറ്റീവ് ഒരു സെന്റിമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഷെയർസിനകത്താണെങ്കിൽ നല്ല വീക്ക്നെസ് ഉണ്ട്, കുറേ നല്ല ക്വാളിറ്റി ഷെയർസിനകത്ത് നല്ല വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ വീക്കായിട്ടുള്ള ഷെയറുകൾ വീണ്ടും നല്ല രീതിയിൽ താഴ്ത്തു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് എടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളെന്ന് പറയുന്നത്, നമ്മൾ 13 ഷെയറാണ് എടുത്തിരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഷെയർ, ഇതല്ല, ഈ വീഡിയോ അല്ല, ഒരു നിമിഷം പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 14 ഷെയറാണ് എടുത്തിരുന്നത്. ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് തന്ന കുറേ ഷെയറുള്ളത്, 5-6 ഷെയർ നല്ല ചാൻസ് തന്നിട്ടുണ്ട്. ഒരു 3-4 ഷെയർ ഞാനൊന്ന് കാണിക്കാം. PPL ഫാർമ എന്ന് പറഞ്ഞ ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, അതിനുശേഷം R1 മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത 241.80 ഒരു എൻട്രി എടുത്ത 232, അതായത് 9 രൂപ സംതിങ് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീരാജ് എന്ന് പറയുന്ന ഷെയർ, അതും നല്ല മൂവ്മെന്റ് ആയിരുന്നു. വീരാജ് ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണിങ് ഇവിടുന്ന് R1 അടിച്ചു തിരിച്ചിറങ്ങി. ഇവിടെ ഒരു ചാൻസ് 260 എൻട്രി എടുത്ത 255 വരെ വരുന്നുണ്ട്, 5 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് പോകുന്ന നോക്കണം. ഇത് അടുത്ത ലെവലിൽ പോയിട്ടുണ്ട്, അടുത്ത ലെവലിൽ പോയില്ല, തിരിച്ച് വീണ്ടും താഴോട്ട് ഇറങ്ങുന്നത് നമുക്ക് ഇവിടുന്ന് എൻട്രി. ഇത് അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട്, നമ്മളിവിടെ എൻട്രി എടുക്കും. ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമുക്ക് നോക്കട്ടെ, 273 എൻട്രി എടുത്താൽ നമുക്ക് 257, 16 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് ആ ഷെയറിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം വേറെ നല്ല മൂവ്മെന്റ് തന്ന ഷെയർ ഷെമാരു എന്ന് പറയുന്ന ഷെയർ, ഷെമാരു ഇതുപോലെ തന്നെ ഓപ്പണിങ് ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, ഇവിടെ ഇറങ്ങി 203.70, 203.50 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നമുക്ക് 198.89, അതായത് ഒരു 3.25-4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. തിരിച്ചിത് വീണ്ടും പോയി ഹൈ അടിച്ചിട്ട് അടുത്ത ലെവലിലോട്ട് പോയില്ല, തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ വീണ്ടും എൻട്രി എടുക്കും. 273.50-60 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 205.75 എന്നുള്ളതാണ്, 2 രൂപയുടെ സ്റ്റോപ്പ് ലോസ്. അത് പിന്നീട് വൺ സൈഡ് താഴോട്ട് പോയി 191 വരെ പോയി, 12-13 രൂപ പ്രോഫിറ്റ് ആ ഷെയർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല എന്താണ് പറയുന്നത്. ഞാൻ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണിത്, CPR വെച്ചിട്ട് സെല്ലിങ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതുതായിട്ട് കാണുന്നവർക്ക് അത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ ഇതുപോലെ വേറെ ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പ്രിസം ജോൺസൺ എന്ന് പറഞ്ഞ ഷെയറിനകത്ത് ഹെവി മൂവ്മെന്റ് ആയിരുന്നു. അതിനകത്ത് നാളെ നല്ല രീതിയിൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷെയർ ഒന്ന് നോക്കാം. നാളെ നമ്മൾ 13 ഷെയറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 13 ഷെയർസിനകത്ത്
ഈ പ്രിസം ജോൺസ് ഇന്ന് ഹെവി മൂവ്മെന്റ് കാണിച്ചോണ്ട് നാളെ ചിലപ്പോൾ ഒന്ന് ശാന്തമായിട്ടിരുന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 238, 39, 240 റേഞ്ചിലോട്ട് പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ഈ ഹൈ ഒന്നും നോക്കണ്ട. 240 ലെവലിന് മുകളിൽ പോയതിനു ശേഷം താഴോട്ട് ഇറങ്ങുമ്പോൾ ആ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് 240 താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ചാൻസ് എടുത്ത് നോക്കാം. ആ ഷെയറിനകത്ത് സെല്ലിങ്ങിന്റെ ചാൻസ് എടുത്ത് നോക്കാം. അതല്ല ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റ് കിട്ടി 246, 250 റേഞ്ച്, ഈ രണ്ട് റേഞ്ചിൽ ഏതെങ്കിലും കവർ ചെയ്തതിന് ശേഷം തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ അപ്പോൾ എൻട്രി ചെയ്താൽ നല്ലൊരു ഡൗൺ ട്രെൻഡിന് ചാൻസ് ഉണ്ട് ഈ ഷെയറിനകത്ത്. അതുപോലെ ഗോകുലാഗുരു എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 വന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഈ ഷെയറിനകത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓപ്പണിങ്ങിൽ ഒരു നല്ല മൂവ്മെന്റ് കിട്ടി നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ഈ MB എന്ന് പറയുന്ന ഷെയർ ഈ R1 റേഞ്ചിൽ നിന്നാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. PNB ഹൗസിങ്ങും ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റ് വന്ന് ഈ R1 റേഞ്ചിൽ മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസാണ്. ഈ R1 വരാത്ത ഷെയർ ആണെങ്കിൽ നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈ നോക്കിയിട്ട് ചെയ്യുക. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ എടുക്കുക. അതുപോലെ ഗുഫിക് ബയോ, അത് ക്ലോസിങ് ആവറേജ് പ്രൈസ് ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ നാളെ ഈ ഷെയർ ഈ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തത് ഈ രണ്ട് ലെവലിന് മുകളിൽ പോയതിനു ശേഷം ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. FCL എന്ന് പറഞ്ഞ ഈ ഷെയർ ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഡൗണിൽ പോയി ഈ 400 താഴെ പോയതിനു ശേഷം അല്ലെ 400 വന്നതിന് ശേഷം ഈ ആവറേജിന് മുകളിലോട്ട് ട്രേഡിങ് തുടങ്ങിയാൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഈ ഷെയർ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. SMS ഫാർമ എന്ന് പറയുന്ന ഷെയർ 400 പോയതിനു ശേഷം ഈ 396 കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അഡ്വാൻസ്ഡ് എൻസൈം എന്ന് പറയുന്ന ഷെയർ 511, 508. ഇത് ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ചിലപ്പോൾ വീക്കായിട്ടാണ് ഓപ്പണിങ് വരുന്നത്. അതായത് ഒരു 3-4 രൂപ കൂടിയതിന് ശേഷം ഈ ലെവലിൽ താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് സെല്ലിങ് എൻട്രി എടുക്കാം. അതല്ല ഓപ്പണിങ് നല്ലൊരു മൂവ്മെന്റ് കിട്ടി ഹൈ അടിക്കുകയോ R1 അടിക്കുകയോ ചെയ്താൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. സാഗിൾ 420 ഹൈ, 431 R1 റേഞ്ച് ചെയ്യുന്ന താഴോട്ടാണെങ്കിൽ ഒരു ചാൻസ് എടുക്കാം. അതിനകത്ത് മറ്റേതാണെങ്കിലും എടുക്കാം, പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് എടുക്കാം. പക്ഷെങ്കിൽ അധികം വെയിറ്റ് ചെയ്യരുത്. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ബുക്ക് ചെയ്ത് മാറുക. പിന്നെ ആദ്യം കാണുന്ന ക്രിയേറ്റീവും ADയിലും വന്നിട്ട് 20% അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഷെയറുകളെ R1 R2 റേഞ്ച് വരെയൊക്കെ വരാൻ നല്ല ചാൻസ്. അപ്പോൾ അങ്ങനെ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റ് വന്ന് ഈ റേഞ്ചുകൾ കട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ചാൻസ് താഴോട്ട് തരാൻ സാധ്യത കൂടുതലാണ് ഈ രണ്ട് ഷെയറുകളും. പിന്നീട് RR കബീലൊക്കെ നോക്കി ചെയ്യുക. RR കബീൽ എന്ന് പറയുന്ന ഷെയർ ഇതാണ്. 1800 മുകളിൽ പോയിട്ട് 1792 കട്ടിയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, നല്ലൊരു ചാൻസ് എടുക്കാം. നോർമൽ എല്ലാ ഷെയറും ഞാൻ പറയുന്ന പോലെ തന്നെ, സ്ട്രാറ്റജി പറയുന്ന പോലെ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള ലെവലുകൾ പ്രീവിയസ് ഡേ ഹൈ R1, R2, R3, R4 ആണ് സെല്ലിങ്ങിന് വേണ്ടിയുള്ളത്. അതല്ല പ്രീവിയസ് ഡേ ഹൈ വരാതെ ഇറങ്ങുന്ന ഷെയറുകളാണെങ്കിൽ തലേ ദിവസത്തെ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴോട്ട് ട്രേഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ അതിനകത്ത് അധികം നേരം വെയിറ്റ് ചെയ്യരുത്. കിട്ടുന്ന പ്രോഫിറ്റ് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.